ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. ഇലക്ട്രോൺ കോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിർത്തിയത് നമ്മുടെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ. അപ്പോൾ വീൽ ഡിസ്കസ് ദിൻ ദ സെക്കൻഡ് പ്രോബ്ലം. നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് ഫോർ ദ ഗിവൻ സാച്ചുറേഷൻ വോൾട്ടേജസ് ഏതൊക്കെയാണ്? +15 വോൾട്ടും അതുപോലെ തന്നെ -15 വോൾട്ടും അല്ലേ. എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പർ ആൻഡ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജസ് ആണ്. ഓക്കെ, നിങ്ങളെ സർക്യൂട്ട് ഇതാണ് കേട്ടോ. നിങ്ങളെ സർക്യൂട്ട് നിങ്ങളൊന്ന് ഡ്രോ ചെയ്യുക. ഇറ്റ് ഈസ് മൈനസ് ഇവിടെ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് വിന്, ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജിലേക്ക് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ യു ആർ ഹാവിങ് യെറ്റ് അനദർ റെസിസ്റ്റർ. യു ആർ ഹാവിങ് എ സപ്ലൈ ഓഫ് +or- ആൻഡ് ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. ഓക്കെ, ഇതൊരു 3 വോൾട്ട്, ഇതൊരു 5 കിലോ ഓം. ഇത് പ്രീവിയസ് ആയ പ്രോബ്ലമാണ് കേട്ടോ. ഇത് പ്രീവിയസ് പ്രോബ്ലമാണ്, നല്ല പ്രോബ്ലമാണ്. നമുക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, -15 +15. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നൊരു കേസിൽ നിങ്ങളിത് ആദ്യം അതിൽ അനലൈസ് ചെയ്യേണ്ടത് ഈ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനത്തെ ഷ്മിറ്റ് ട്രിഗറാണെന്ന് മനസ്സിലാവും. നിങ്ങളുടെ നെഗറ്റീവാണ് തന്നിരിക്കുന്നത് അല്ല. നെഗറ്റീവ് തരിക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇത് ഏതൊരു സാധനമായിരിക്കും? ഇറ്റ് ഈസ് നെഗറ്റീവിലാണ് ഇൻപുട്ട്. അപ്പോൾ ഇതാണ് ഇൻവെർട്ടിംഗ് ഓപ്പാമ്പാണ്, ഇൻവെർട്ടിംഗ് ഓപ്പാമ്പാണ് അല്ലേ, ശരിയല്ലേ. അപ്പോൾ ഇത് ഇൻവെർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗറാണ് ശരിക്കും അല്ലേ, ഇൻവെർട്ടിംഗ് ഷ്മിറ്റ് ട്രിഗർ. ക്ലിയർ? ദെൻ നമ്മൾ ഇവിടെ സിമിലർലി നേരത്തെ അതേപോലെ തന്നെ നമ്മൾ അസംഷനൊക്കെ നടത്തണം. ഓക്കെ, അപ്പോൾ അസംഷൻ നടത്തുമ്പോൾ നമ്മൾ എടുക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കേണ്ട പോയിൻ്റ് യു അസ്യൂം ലൈക്ക് ദിസ്. യു ആർ ഹാവിങ് രണ്ട് സാധനം ജോയിൻ ചെയ്തോണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ V+ എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സിമിലർലി ഇവിടെ V+ ആകുമ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും? V+ ആയിരിക്കും, ശരിയല്ലേ. ഇവിടെ V+ അസ്യൂം ചെയ്താൽ ഇതെന്തായിരിക്കും? ഈ പോയിന്റിൽ വോൾട്ടേജ് എന്തായിരിക്കും? V+ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ KCL അപ്ലൈ ചെയ്യാം. അപ്ലൈ KCL അപ്ലൈ ചെയ്യണം. നമുക്ക് നേരത്തെ പോലെ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് കാണാനേ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ അസ്യൂം ചെയ്യുക. അസ്യൂം Vout എത്ര? 15 വോൾട്ട്. 15 വോൾട്ട് അസ്യൂം ചെയ്താൽ KCL എന്താ വരിക? ഐ വിൽ ഗെറ്റ് ദാസ് ഇതാ ഇവിടുത്തെ അല്ലേ. ഇവിടുത്തെ കേട്ടുമ്പോൾ എന്ത് വരും? V+ ഇതാ ഈ ഒരു സപ്ലൈ വോൾട്ടേജ്. അപ്പോൾ എന്താ? -3 / 5 പ്ലസ് V+ -Vout / 10 = 0. ശരിയല്ലേ? അത് ചെയ്തതിന് എത്ര കിട്ടുന്ന യു വിൽ ഗെറ്റ് ആസ് 2V - 6V V+ -15 വോൾട്ട് = 0. Vout 15 വോൾട്ട് നമ്മൾ കൊടുത്തുവല്ലോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ 3V+ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്ന പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ആസ് 21 വോൾട്ട്. അല്ലെങ്കിൽ V+ എത്ര കിട്ടുന്ന പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ആസ് 7 വോൾട്ട്. ഈ കിട്ടിയ 7 വോൾട്ട് അല്ലെങ്കിൽ ഈ കിട്ടിയ സാധനം ഏത് വോൾട്ടേജ് ആണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് യുവർ അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിന് മുന്നേ നിങ്ങൾ അറിയേണ്ട ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളെ ഒരു സാധാ സ്മിറ്റ് ട്രിഗർ എടുക്കുമ്പോൾ ഇതല്ലേ നമ്മുടെ സ്മിറ്റ് ട്രിഗറിൻ്റെ കർവ്, ഇതല്ലേ കർവ്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്? നമ്മുടെ ഇൻവെർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെയാണ് കർവ് വരിക, ശരിയല്ലേ. ഇത് ഹൈ, ഇതെന്താണ് ലോ, നിങ്ങളെ Vout, ഇത് ഇൻപുട്ട് അല്ലേ. ഇതിൽ ഈ രണ്ട് പോയിന്റുകളാണ് നമ്മൾ പറയാറുള്ള ഏതൊക്കെ? ഇതാണ് നിങ്ങളെ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ്, ഇതാണ് നിങ്ങളേത് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലേ. ഇതിൻ്റെ സ്വിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറ്. ഓക്കെ, അതെങ്ങനെയാണ് സ്വിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആണെന്ന് വിചാരിക്കും. അത് നമ്മൾ ഔട്ട്പുട്ട് ഹൈ എടുക്കുകയെന്നല്ല ചെയ്യുന്നത്. അപ്പോൾ വെൻ വി ആർ ഹാവിങ് ഔട്ട്പുട്ട് ഹൈ, അപ്പോൾ ദ വാല്യൂ ഓഫ് V+ അല്ലെങ്കിൽ ഈ V+ ആണ് ആക്ച്വലി ഏതിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. V+ ആണ് ആക്ച്വലി നിങ്ങളുടെ ഏതിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്? അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് ലോവർ വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജ് ഡിസൈഡ് ചെയ്യുന്നത്, ശരിയല്ലേ. അപ്പോൾ Vout ഹൈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം V+ ഏതിനെ ഡിസൈഡ് ചെയ്തു? V+ ഡിസൈഡ്സ് ദ അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ്. ക്ലിയർ അല്ലേ? അപ്പോൾ വെൻ ഇൻപുട്ട് ഗോസ് ബിയോണ്ട് ദിസ് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ്, നമ്മൾ ഇൻപുട്ട് അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് കൂടി കഴിയുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടുള്ള ട്രാൻസിഷൻ കാണും? വി ക്യാൻ സി എ ട്രാൻസിഷൻ 1 ഫ്രം +15 to -15. ക്ലിയർ അല്ലേ? അപ്പോൾ Vout +50 അല്ലെങ്കിൽ Vout ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രാൻസിഷൻ എങ്ങനെയാണ്? അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വിൽ ഗെറ്റ് ഫ്രം +15 to -15, ശരിയല്ലേ. അതുപോലെ വെൻ Vout, അതുപോലെ ഇതിന് നേരെ തിരിച്ചും പറയാം നമുക്ക്. അപ്പോൾ നമ്മൾ Vout ഒരു -50 അല്ലെങ്കിൽ ലോവർ വോൾട്ടേജ് -15ലേക്ക് കടക്കുകയാണെങ്കിൽ VL അല്ലെങ്കിൽ -15 എത്തുകയാണെങ്കിൽ
നമ്മൾ ഇതിൽ ഏത് ഡിഫൈൻ ചെയ്യുന്നു, നമ്മൾ വി എൽ ടി ഡിഫൈൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ വെൻ ഇൻപുട്ട് ഗോസ് ബിലോ ഏത് വി എൽ അല്ലെങ്കിൽ -15 കാട്ടി അല്ലെങ്കിൽ വി എല്ലിനെ കാട്ടി വി എൽ ടി അല്ലേ. വെൻ ഇൻപുട്ട് ഗോസ് ലെസ് ദാൻ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് വി വിൽ ഷോ എ ട്രാൻസിഷൻ ഫ്രം ഏത് -15 to +15. നേരെ തിരിഞ്ഞിട്ട് ശരിയല്ലേ. ഇതാണ് നിങ്ങൾ ആ ട്രാൻസ്ഫർ കർവ് വരച്ച അതിൻ്റെ ഇൻഫറൻസ്. ഓക്കെ, അതായത് നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ഗോ ബിയോണ്ട് വി അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജിൽ മേലെ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ട്രാൻസിഷൻ ഫ്രം +15 to -15. സിമിലർലി നിങ്ങൾ ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ദാൻ വി ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ നിങ്ങൾ യു വിൽ ഗെറ്റ് എ ട്രാൻസിഷൻ ഫ്രം -15 to +15. അതാണ് നമ്മുടെ ട്രാൻസ്ഫർ കർവിൻ്റെ ഇൻഫറൻസ്. ഓക്കെ, ഇതാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആ വി പ്ലസ് എന്നുള്ള കൺസെപ്റ്റാണ് എല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് എന്താണ്, ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് എന്താണ്. ശരിയല്ലേ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വി പ്ലസ് എന്ന് പറഞ്ഞാൽ 7 വോൾട്ട് കിട്ടി. അതായത് നമ്മൾ ഹൈ ആണ് കൺസ്യൂം ചെയ്യുക. അതായത് ഇതേതാ വോൾട്ടേജ്, അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് വിൽ ഷോ എ ട്രാൻസിഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്, അപ്പർ ത്രെഷോൾഡ് വോൾട്ടേജ് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസിഷൻ നടക്കും. ഇറ്റ് വിൽ ഷോ ട്രാൻസിഷൻ ഫ്രം +15 to -15. ക്ലിയർ ആയില്ലേ. അപ്പോൾ വി പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, വി യു ടി ആണ്. നമ്മൾ വി യു ടിൻ്റെ വാല്യൂ ആണ് എത്ര, 7 വോൾട്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണത്, 7 വോൾട്ട്. ക്ലിയർ അല്ല. ആ കൺസെപ്റ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലോവർ വോൾട്ടേജ് അപ്പർ വോൾട്ടേജിൻ്റെ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് സിമിലർലി നിങ്ങൾക്ക് ഈ പ്രോബ്ലം നേരത്തെ തന്നെ സ്ഥലമില്ലാത്തതുകൊണ്ട് എടുത്താണ്. നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം അല്ലേ. ഏത് അസ്യൂം ചെയ്യേണ്ടത്, വി ഔട്ട് എത്രയാണെന്ന് അസ്യൂം ചെയ്യണം, -15 അന്ന് അസ്യൂം ചെയ്യണം അല്ലേ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വി എൽ ടി കാണണം. അപ്പോൾ എന്ത്, വി പ്ലസ് -3/5 പ്ലസ് വി പ്ലസ് -15. നേരത്തെ ഇവിടെ +15 ആയിരുന്നു അല്ലേ. -15/10 = 0. ശരിയല്ലേ. എല്ലാ നെറ്റ്വർക്ക്സിൻ്റെ ബേസാണ് കേട്ടോ. നിങ്ങൾ നെറ്റ്വർക്ക്സ് കുറച്ച് അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചേക്കുക കേട്ടോ. ദെൻ 2v -6v + v +15 വോൾട്ട്. നമുക്ക് നെറ്റ്വർക്ക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ KCL KVL വെച്ചിട്ട് നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇതൊന്നല്ല, നമ്മളെ ഈ അനലോഗിൻ്റെ മറ്റേ BJTൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, ആ BJTൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഇല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ KCL അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ കുറേ ഈസി മെത്തേഡ്സ് ഉണ്ട്. നമ്മളതിൻ്റെ ഫോർമുല പഠിച്ചു വെക്കണമെന്നില്ല, ഒരുപാട് ഈസി മെത്തേഡുകളും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ KCL KVL ഒക്കെ കൃത്യമായിട്ട് അറിയാം. ദെൻ നെക്സ്റ്റ് 3v+ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്ക്, 19 അല്ല 9 അല്ലേ. ഇപ്പോൾ വി പ്ലസ് എത്ര കിട്ടി, ഈ പ്ലസ് -9 ഇപ്പുറത്തല്ലേ വരിക. അപ്പോൾ -9 -3. അപ്പോൾ വി പ്ലസ് എത്ര കിട്ടി, 3 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ വി പ്ലസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, VLT അല്ലേ. ഇവിടുത്തെ വി പ്ലസ് എന്ന് പറഞ്ഞാൽ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് അല്ല. അപ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് ഇസ് -3 വോൾട്ട്. ശരിയല്ലേ. അപ്പോൾ നിങ്ങൾ ലോവർ ത്രെഷോൾഡ് വോൾട്ടേജ് ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും, വെൻ ഇൻപുട്ട് ഇസ് ലെസ് ദാൻ VLT എങ്ങനെയായിരിക്കും ട്രാൻസിഷൻ, യു വിൽ സി എ ട്രാൻസിഷൻ ഫ്രം എങ്ങനെ -15 മുതൽ +15 വരെ കാണും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്മിത്ത് ട്രിഗറിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ വരക്കുവാണെങ്കിൽ ഇതല്ലേ സാധനം, ഇത് ഹൈ അല്ലെങ്കിൽ ഇതെന്താണ് +15, ഇതെന്താണ് -15. ശരിയല്ലേ. ഇതാണ് നിങ്ങളുടെ VLT, ഇതാണ് നിങ്ങളുടെ എന്ത് VUT. ശരിയല്ലേ. നിങ്ങൾ ഈ VUTൻ്റെ വാല്യൂ എത്രയാണ്, 7 വോൾട്ട്. നിങ്ങൾ VLTൻ്റെ വാല്യൂ എത്രയാണ്, -3 വോൾട്ട്. അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, ഇത് ഏതാണ് വോൾട്ടേജ്, ഇതാണ് നിങ്ങളുടെ ഏതിൻ്റെ ഇൻവെർട്ടിങ്. അത് നോൺ ഇൻവെർട്ടിങ് ആകുമ്പോൾ ഇങ്ങനെയും വരും അല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫിഗറൊക്കെ ഒന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ പറയാനുള്ളത്. നല്ലൊരു പ്രോബ്ലമാണ്, റിപ്പീറ്റ് ചെയ്ത പ്രോബ്ലമാണ്. പ്രീവിയസ് പ്രോബ്ലമാണ് കേട്ടോ. പ്രീവിയസ് IASൻ്റെ ഒരു പ്രോബ്ലമാണ്. പക്ഷേ PSCക്കും ചോദിക്കാം, അത്ര വലിയ tedious പ്രോസസ്സൊന്നുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു ഇതിലേക്ക് പോകാം. കുറച്ച് 2-3 ഒബ്ജക്റ്റീവും കൂടി ഉണ്ട്. അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്മിത്ത് ട്രിഗർ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ആൻസർ പറഞ്ഞോ. എന്താണ്, നോയ്സ് ഓൺ ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ. നമ്മൾ കമ്പാരേറ്ററിലെ നോയ്സ് ഓൺ ദ ഔട്ട്പുട്ട് ഓഫ് കമ്പാരേറ്റർ ക്യാൻ കോസ് ദ ഔട്ട്പുട്ട് ടു. നോയ്സ് എന്താണ് പ്രശ്നം സംഭവിക്കുക, നോയ്സ് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്താണ് നോയ്സ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം സംഭവിക്കുക? നോയ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഹാങ് അപ്പ് ഇൻ വൺ സ്റ്റേറ്റിലേക്ക് ഹാങ് അപ്പ് ചെയ്യോ? ഇല്ല. 0ലേക്ക് പോവോ? ഇല്ല. ആംപ്ലിഫൈഡ് നോയ്സ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുമോ? അതുമില്ല. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച് ഇറാറ്റിക്കലി ബിറ്റ്വീൻ ദ 2 സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റ്സ് തമ്മിലുള്ളൊരു ചേഞ്ചാണ് കാണുക.
ഓക്കെ, അതിൻ്റെ ഇടയിലുള്ളൊരു വേരിയേഷൻ. അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഗ്രാഫ് വരച്ച ഓർമ്മയില്ലേ, നോയ്സിൻ്റെ 2 സ്റ്റേജില്ലേ, ആ 2 സ്റ്റേറ്റിൻ്റെ ഇടയിൽ നിന്ന് ഒരു എന്താണ് ഇങ്ങനെ മാറി മാറി കളിക്കുന്ന ഒരു ഫീലല്ല ഉണ്ടായത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. നോയ്സ് ഓഫ് ദ കമ്പാരേറ്റർ, ഇതൊക്കെയാണ് അതിൻ്റെ എന്താണ് പ്രശ്നങ്ങൾ. നെക്സ്റ്റ്, എ കമ്പാരേറ്റർ ഈസ് യൂസ്ഡ് ടു, ഒരു കമ്പാരേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനാണ്? മാർക്ക് ദ ഇൻസ്റ്റന്റ് വെൻ ആർബിട്രറി വേവ് ഫോം അറ്റൈൻസ് സം റെഫറൻസ് ലെവൽ, സ്വിച്ച് ഓഫ് എ സർക്യൂട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈക്വൽ 0, സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് എ സർക്യൂട്ട് ഓൾട്ടർനേറ്റീവ്ലി അറ്റ് എ പർട്ടിക്കുലർ റേറ്റ്. അതുപോലെ സ്വിച്ച് മാർക്ക് ദ ഇൻസ്റ്റന്റ് വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട്. എന്താണ് സാധനം, ഏതാണ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ലേ? എന്താണ് കമ്പാരേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കമ്പാരേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏത് കാണാനാണ് കമ്പാരേറ്റർ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു മാർക്ക് ദ ഇൻസ്റ്റൻറ്റ് വെൻ ആൻ ആർബിട്രറി വേവ് ഫോം അറ്റൈൻ സം റെഫറൻസ് ലെവൽ, അല്ലേ? നമ്മൾ റെഫറൻസ് ലെവൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പാരേറ്റർ സർക്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് മാർക്ക് ദ ഇൻസ്റ്റൻറ്റ് വെൻ ആൻ ആർബിട്രറി വേവ് ഫോം അറ്റൈൻസ് സം റെഫറൻസ് ലെവൽ. ഗുഡ്. ഇതിൻ്റെ ആൻസർ എന്താ? ദ സീറോ ലെവൽ ഡിറ്റക്ടർ ഇസ് വൺ ആപ്ലിക്കേഷൻ ഓഫ് എ. ഈ സീറോ ലെവൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഏതിന് ഒരു അപ്ലിക്കേഷനാണ്, ഏതിൻ്റെ അപ്ലിക്കേഷനാണ്? സീറോ ലെവൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്ലൈഡ് ഫോം ഓഫ് കമ്പാരേറ്റർ. കമ്പാരേറ്ററിന് ഒരു അപ്ലൈഡ് ഫോം ഓഫ് ആണ് ഇത് സീറോ വോൾട്ടേജ് ഡിറ്റക്ടർ. ഒക്കെ എന്താ സീറോ വോൾട്ടേജ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്പാരേറ്റർ വിത്ത് എ റെഫറൻസ്, നമ്മളെ റെഫറൻസ് ഇല്ലേ, റെഫറൻസ് വോൾട്ടേജ് ഓഫ് 0, റെഫറൻസ് വോൾട്ടേജ് ഓഫ് 0 വോൾട്ട്. അപ്പോൾ ഒരു കമ്പാരേറ്റർ വിത്ത് റെഫറൻസ് വോൾട്ടേജ് ഓഫ് 0 വോൾട്ടിനാണ് നമ്മൾ എന്ത് പറയുക, സീറോ ലെവൽ ഡിറ്റക്ടർ എന്ന് പറയുക. ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഷ്മിറ്റ് ട്രിഗർ. ഷ്മിറ്റ് ട്രിഗറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ആയത് ഇറ്റ് ക്യാൻ ബി emitter coupled bistable circuit, it exhibits hysteresis phenomenon, the output will be triangular if the input is square wave. ഓക്കെ, അപ്പോൾ ആദ്യത്തത് ശരിയാണോ എന്ന് നോക്കാം. ഒരു എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ടാണ് ഇത്. നമ്മൾ ആദ്യം പറഞ്ഞാണ് ഇത് എമിറ്റർ കപ്പിൾഡ് ആണ്. നമ്മളുടെ എന്താണ് RC സർക്യൂട്ട് അല്ല 6 വരും ലോഡിൽ. ഇതിന് വിളിക്കുന്ന പേരായിരുന്നു എന്ത്, പുള്ളപ്പ് റെസിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ശരിയല്ലേ? ഹിസ്റ്ററിസിസ് ഫിനോമിനൻ എക്സിബിറ്റ് ചെയ്യും. ഇറ്റ് എക്സിബിറ്റ്സ് ഹിസ്റ്ററിസിസ് ഫിനോമിനൻ. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. അപ്പോൾ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. ദ ഔട്ട്പുട്ട് വിൽ ബി ട്രയാങ്കുലർ ഇഫ് ദ ഇൻപുട്ട് ഇസ് സ്ക്വയർ വേവ്. സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ട്രയാങ്കുലർ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റല്ലേ? നമ്മളെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ഏതാണ്? സ്ക്വയർ വേവ് ആണ്. ശരിയല്ല? ഇത് ഞാൻ തിരിച്ചു വേണമെങ്കിൽ പറയാം. എന്ത്, സൈൻ വേവ് അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് നിങ്ങൾ ഇൻപുട്ടിൽ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് എന്ത് പറയാം, യെസ് വി ആർ ഗെറ്റിംഗ് എ സ്ക്വയർ വേവ് എന്ന് പറയാം. പക്ഷെ നേരെ ഉൾട്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കൃത്യമായിട്ട് അറിയാം കേട്ടോ. ഓക്കെ, ഫൈൻ. അടുത്തത്, one input terminal of high gain comparator is connected to ഗ്രൗണ്ടിലേക്കാണ്. and a sinusoidal voltage is applied to other input. വേറെ ഔട്ട്പുട്ടിലേക്ക് സൈനുസോയിഡൽ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് അത് കമ്പാരേറ്റർ വിൽ ബി, നമ്മളെ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ടെർമിനൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ടെർമിനൽ ഹൈ ഗെയിൻ കമ്പാരേറ്റർ കൊടുത്തു, അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൈനുസോയിഡൽ വോൾട്ടേജ് ബാക്കി മറ്റേ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ദ സർക്യൂട്ട് വിൽ ഓപ്പറേറ്റ് ആസ് എ, അതായത് ഒന്ന് ഗ്രൗണ്ടിലല്ലേ അല്ല, അപ്പോൾ അതുപോലെ സർക്യൂട്ട് വിൽ ഓപ്പറേറ്റ് ആസ് എ ZCD. ആരാ ZCD? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. അത് നേരത്തെ പറഞ്ഞില്ലേ. അതുപോലെ അത് ഏതാ പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദ്യം. അത് ഏതാ പ്രൊഡ്യൂസ് ചെയ്യുക, ഏത് വേവാ പ്രൊഡ്യൂസ് ചെയ്യുക? ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് നമ്മൾ പറഞ്ഞു, ഓൾവേസ് പ്രൊഡ്യൂസ് എന്ത് വേവ്? ഇറ്റ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് എ സ്ക്വയർ വേവ്. ഓക്കെ, കമ്പാരേറ്റർ വിൽ പ്രൊഡ്യൂസ് എ സ്ക്വയർ വേവ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ടു അവോയ്ഡ് ഫോൾസ് ട്രിഗറിങ് ഇൻ എ കമ്പാരേറ്റർ. ഒരു കമ്പാരേറ്റർ ഫോൾസ് ട്രിഗറിങ് അവോയ്ഡ് ചെയ്യാൻ വി ഇൻകോർപ്പറേറ്റ്. എന്താണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫോൾസ് ട്രിഗറിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ? അല്ല. ഹിസ്റ്ററിസിസ് ഓൺ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ? നമുക്ക് നോക്കാം. ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ട്രിപ്പിൾ മോഡുലാർ റെസിസ്റ്റൻസ് ഇതൊന്നല്ല. ആൻസർ ഈസ് ഹിസ്റ്ററിസിസ് ഓൺ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇതല്ല നമ്മൾ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ ഷ്മിറ്റ് ട്രിഗർ അല്ലെങ്കിൽ നമ്മൾ ഫോൾസ് ട്രിഗർ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ഹിസ്റ്ററിസിസ് വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ചെയ്താൽ പോരെ. അതല്ല നമ്മുടെ ഷ്മിറ്റ് ട്രിഗറിൻ്റെ ഡെഫിനിഷൻ തന്നെ അതല്ല. എന്താണ്? കമ്പാരേറ്റർ വിത്ത് ഹിസ്റ്ററിസിസ്. ഇതാണ് നിങ്ങളുടെ എന്ത്, ഷ്മിറ്റ് ട്രിഗർ.
ശരിയല്ലേ? ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത് ഇതും അടുത്ത റിപ്പീറ്റ് ചെയ്ത സാധനമാണ്. UPSC 2000-2001 ആ സമയത്ത് റിപ്പീറ്റ് ചെയ്ത സാധനമാണ്. എന്താണ്? എ സൈനസോയിഡൽ വേവ് ഫോം ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്ക്വയർ ഫോം യൂസിങ് ഒരു സൈനസോയിഡ് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? സ്ക്വയർ വേവ് ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ജസ്റ്റ് യൂസ് എ കമ്പാരേറ്റർ വിത്ത് ഫീഡ്ബാക്ക് പോസിറ്റീവ്. ശരിയല്ലേ? അപ്പോൾ ഇതാണോ സാധനം? 2 സ്റ്റേജ് ട്രാൻസിസ്റ്റേഴ്സ് ഓവർ വൺ അല്ല. 2 സ്റ്റേജ് ഡയോഡ് ആണോ? അല്ല. വോൾട്ടേജ് കമ്പാരേറ്റർ ബേസ്ഡ് ഓഫ് അല്ല. ഏതാണ്? റീജനറേറ്റീവ് വോൾട്ടേജ് കമ്പാരേറ്റർ സർക്യൂട്ട്. ഈ റീജനറേറ്റീവ് വോൾട്ടേജ് കമ്പാരേറ്റർ അല്ലെങ്കിൽ റീജനറേറ്റീവിന് പറയുന്ന പേരാണ് എന്ത്? സ്മിത്ത് ട്രിഗർ. എന്താണ്? സ്മിത്ത് ട്രിഗർ. അപ്പോൾ യു ജസ്റ്റ് ഗിവ് എ കമ്പാരേറ്റർ അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് കമ്പാരേറ്റർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ക്ലിയർ? അപ്പോൾ ഏത് ഇറഗുലർ ഷേപ്പിനെ ഏത് വേവിലേക്ക് കൺവേർട്ട് ചെയ്യും? എന്ത് വേവിലേക്ക്? സ്ക്വയർ വേവിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇറ്റ് വിൻ ബി സ്മിത്ത് ട്രിഗർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്ക്വയറിംഗ് സർക്യൂട്ട്. ഒരു സ്ക്വയറിംഗ് സർക്യൂട്ടായിട്ട് എന്ത് ചെയ്യാം? സ്മിത്ത് ട്രിഗർ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അടുത്തത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹിസ്റ്ററിസിസ് ഇസ് ഡിസൈറബിൾ. ഇതും കഴിഞ്ഞ 2017-18 ആ കാലഘട്ടത്തിൽ ചോദിച്ച പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, UPSCൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. എന്താണ്? ഹിസ്റ്ററിസിസ് ഇസ് ഡിസൈറബിൾ ഇൻ എ സ്മിത്ത് ട്രിഗർ ബിക്കോസ് ഹിസ്റ്ററിസിസ് ഡിസൈറബിൾ ആണ്. കാരണം എന്താ? നമ്മൾ ഹിസ്റ്ററിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹിസ്റ്ററിസിസ്? ഹിസ്റ്ററിസിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് നോയ്സ് ഫ്രം കോസിങ് ദ ഫോൾസ് ട്രിഗറിങ്. അല്ല, ഫോൾസ് ട്രിഗറിങ് അത് ഫോൾസ് ട്രിഗറിങ് കൊണ്ടുണ്ടാകുന്ന നോയ്സിനെ ഒഴിവാക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഹിസ്റ്ററിസിസ് അല്ലേ? അപ്പോൾ ഹിസ്റ്ററിസിസ് ഡിസൈറബിൾ ഇൻ ദ സ്മിത്ത് ട്രിഗർ ബിക്കോസ് എനർജി സ്റ്റോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. എഫക്റ്റോ ടെമ്പറേച്ചർ വേരിയേഷൻ കോമ്പൻസേറ്റ് ചെയ്യാനല്ല. അതുപോലെ സർക്യൂട്ട് സാച്ചുറേഷൻ്റെ അതിൻ്റെ സമയം അലോ ചെയ്യാനല്ല. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് വുഡ് പ്രിവെൻറ്റ് നോയ്സ് ഫ്രം കോസ് ഓഫ് ഫോൾസ് ട്രിഗറിങ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഇതൊക്കെ ഒരു ചെറിയ ഒബ്ജക്റ്റീവ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്തിട്ട് പോവുക, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് കിട്ടും. കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഒന്നും കിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? കൺസെപ്റ്റ്സ് ലേൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവുകൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട്സ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ. ശരി എന്നാൽ, താങ്ക് യു.